വെഞ്ഞാറമൂട് കൂട്ടക്കൊലയുടെ രണ്ടാംഘട്ട തെളിവെടുപ്പ് ചുള്ളാളം ആലമുക്കിലെ പിതൃസഹോദരൻ ലത്തീഫിന്റെ വീട്ടിൽ നടക്കാനിരിക്കെയാണ്. കിളിമാനൂർ SHOയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം 7:30 സ്റ്റേഷനിൽ നിന്ന് തിരിച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെ തെളിവെടുപ്പിനോടനുബന്ധിച്ച് ലത്തീഫിന്റെയും ഭാര്യ ഷാജിദയുടെയും കൊലപാതകത്തിനു ശേഷം പ്രതി ചില വസ്തുക്കൾ വീട് പരിസരത്തെ കാട്ടിൽ ഉപേക്ഷിച്ചു എന്ന് പോലീസിനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നാട്ടുകാരും പോലീസും തെരച്ചിൽ നടത്തിയെങ്കിലും അവ കാട്ടിനുള്ളിൽ എവിടെയെന്ന് കണ്ടെത്താനായിരുന്നില്ല. ചുള്ളാളം SL പുരത്തെ പിതൃസഹോദരൻ ലത്തീഫിന്റെ വീട്ടിലെത്തിയ പ്രതി തന്റെ ബാഗിൽ കരുതിയിരുന്ന ചുറ്റിക കൊണ്ട് രണ്ടുപേരെയും അടിച്ചു വീഴ്ത്തിയതുൾപ്പെടെയുള്ള ക്രൈം കൂസലില്ലാതെയാണ് പോലീസിനോട് വിവരിച്ചു കൊടുത്തത്. വലിയ വാപ്പയായ ലത്തീഫ് എക്കാലവും അഫാന്റെ കുടുംബത്തിന്റെ ഒരു സഹായിയും മാർഗനിർദ്ദേശകനും ഒക്കെ ആയിരുന്നു എന്നാണ് ബന്ധുക്കൾ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈയിടയ്ക്കും ഒരു 80,000 രൂപ നൽകി സഹായിച്ചിട്ടുമുണ്ട്. അത് തിരികെ കൊടുക്കാൻ ലത്തീഫ് തുടർച്ചയായി സമ്മർദ്ദം ചെലുത്തിയതായി അഫാൻ പറയുന്നു. കൂടാതെ കുടുംബം വരുത്തിവെച്ച വൻ കടബാധ്യതയിലെ ദൂർത്തിനെക്കുറിച്ചും അഫാന്റെ പ്രേമത്തെക്കുറിച്ചുമൊക്കെ നിരന്തരം കുത്തുവാക്കുകൾ കൊണ്ട് ശകാരിച്ചതാണ് വൈരാഗ്യത്തിന് കാരണമെന്നും പറയുന്നു. എന്നാൽ വലിയ ഉമ്മയായ ഷാജിദ പാപമാണ് എന്ന് അഫാൻ പറയുന്നു. പക്ഷേ ഷാജിദ ജീവിച്ചിരുന്നാൽ ലത്തീഫിന്റെ മരണത്തിന് ശേഷമുള്ള ജീവിതം വളരെ സങ്കടകരമായിരിക്കുമെന്നും കൊലപാതക വിവരം പുറത്തറിയിക്കുക വഴി തന്റെ ബാക്കിയുള്ള പദ്ധതികൾ ആകെ തെറ്റുമെന്നും ചിന്തിച്ച പ്രതി ഷാജിദയെയും വകവരുത്തുകയായിരുന്നു. ആ വീട്ടിൽ ചില മൽപ്പിടുത്തങ്ങൾ നടന്നതായും അവരെ നിഷ്പ്രയാസം താൻ കീഴ്പ്പെടുത്തിയതായും പ്രതി വിവരിച്ചു. അഫാൻ വരുന്നത് കണ്ട് ഷാജിദ അടുക്കളയിലേക്ക് ചായ ഇടാൻ പോയി. ഹാളിലെ ശബ്ദവും അലർച്ചയും കേട്ട് തിരികെ ഓടി വന്നതായിരുന്നു ഷാജിദ. ആ നിമിഷം തന്നെ ഷാജിദ ആക്രമിക്കപ്പെട്ടു. അവർ അടുക്കള ഭാഗത്തേക്ക് ഓടി രക്ഷപ്പെടാൻ ഒരുങ്ങി. പിന്നാലെ പോയ പ്രതി അവരെ ഇടനാഴിയിൽ പിടിച്ചു വലിച്ച് താഴെ തള്ളിയിട്ടു. എന്നിട്ട് വകവരുത്തി അടുക്കളയിലേക്ക് എടുത്തിട്ടു. അടുക്കളയിലെ ചായപാത്രവും പഞ്ചസാര ടിന്നും ഇപ്പോഴും നമുക്കവിടെ കാണാമായിരുന്നു. ചുള്ളാളം SL പുരത്തിന് സമീപമുള്ള ഈ വീട്ടിൽ സംഭവ ദിവസം ലത്തീഫും ഷാജിദയും മാത്രമാണ് ഉണ്ടായിരുന്നത്. വിവാഹിതരായ മക്കൾ ഇരുവരും കുറച്ചകലെയുള്ള വീടുകളിലാണ്. അന്നേ ദിവസം പ്രതി പേരുമലയുള്ള സ്വന്തം വീട്ടിൽ അമ്മ ഷെമിയെ കഴുത്ത് ഞെരിച്ച് അപായപ്പെടുത്തി പൂട്ടി ഇട്ട ശേഷം നേരെ പോയത് താഴെ പാങ്ങോട് പിതൃമാതാവായ ഷെൽമ ബീവിയുടെ അടുത്തേക്കാണ്. പാങ്ങോട് സ്റ്റേഷൻ പരിധിയിലുള്ള ആ ബ്രൂട്ടൽ ക്രൈമിന്റെ തെളിവെടുപ്പ് കഴിഞ്ഞ ദിവസങ്ങളിൽ പൂർത്തിയാക്കിയിരുന്നു. അവിടെ ഷെൽമ ബീവി കൊല്ലപ്പെട്ട വിവരമറിഞ്ഞ ബന്ധുക്കൾ SL പുരത്തെ ഈ വീട്ടിലേക്ക് തുടർച്ചയായി ഫോൺ ചെയ്തുകൊണ്ടേയിരുന്നു. അപ്പോഴേക്കും ഇവിടെ ലത്തീഫ് നിശ്ചലനായി കഴിഞ്ഞിരുന്നു. ബന്ധുക്കളുടെ ഫോൺ വിളികൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ആ ഫോൺ കയ്യിലെടുത്ത് അഫാൻ നോക്കുന്നു. പിന്നെ അത് സ്വിച്ച് ഓഫ് ചെയ്ത് ബാഗിൽ വയ്ക്കുന്നു. ഈ ഹാളിലെ നമ്മളിപ്പോൾ ദൃശ്യത്തിൽ കാണുന്ന ഒരു സെറ്റിയുണ്ട്, ഇടതുവശത്തുള്ള സെറ്റി. അതിൽ ലത്തീഫ് മരിച്ചു കിടക്കുന്നു. അതിൻ്റെ ഓപ്പോസിറ്റുള്ള സെറ്റിയിൽ ഇരുന്നു കൊണ്ട്, മൃതദേഹത്തിന് അരികിൽ ഇരുന്നു കൊണ്ട് അഫാൻ സിഗരറ്റ് വലിച്ചു എന്നാണ് പറയുന്നത്. ആ സമയത്ത് അവിടെ നിരന്തരമായി ഫോൺ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ സങ്കീർണത എത്രമാത്രം ഉണ്ടെന്ന് മനസ്സിലാക്കണം. പലയിടത്തും ഉള്ള കൊലപാതകങ്ങൾ. ഇതിനിടയിൽ സ്വർണ്ണമാലയും കൊണ്ട് പണയ സ്ഥാപനത്തിലേക്ക്, അവിടെ ആ സ്വർണ്ണമാല പണയം വെച്ച് കാശ് കരസ്ഥമാക്കുന്നു. അത് കഴിഞ്ഞ് വെഞ്ഞാറമൂട് തന്നെയുള്ള ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു ബാഗ് കടയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് ബാഗ് വാങ്ങുന്നു. തൊട്ടടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ നിന്ന് ചുറ്റിക വാങ്ങുന്നു. എലിവിഷം വാങ്ങാൻ പോയത് മറ്റൊരു കട, പെപ്സിയും സിഗരറ്റും വാങ്ങിയത് വേറൊരു കടയിൽ നിന്ന്. പിന്നെ ഒരു ഗ്രോസറി ഷോപ്പിൽ പോയി മുളകുപൊടി വാങ്ങുന്നു. കാമുകി ഫർസാനയെ വിളിച്ച് വീട്ടിലേക്ക് വരാൻ പറയുന്നു. പിന്നെ അവളെ തേടി ഇടവഴിയിൽ അവൾ കാത്തുനിന്നു. ബൈക്കിൽ കയറ്റി അവളെ പേരുമല വീട്ടിലെത്തിക്കുന്നു. വീട് പൂട്ടി താക്കോൽ മറ്റെവിടെയോ ഉപേക്ഷിച്ചതായി പറയുന്നു. ഈ സമയത്ത് അവർ രണ്ടുപേരും ഇഷ്ടിക അടുക്കി വെച്ച് മതിൽ ചാടിയാണ് അകത്തേക്ക് കടന്നതെന്ന്. ഈ സമയത്ത് മരണത്തോട് മല്ലടിച്ചു കിടക്കുന്നു റൂമിനുള്ളിൽ ഷെമി. ഇത് ഫർസാന അറിയുന്നില്ല. അവൾ നേരെ പോയത് മുകളിലേക്കാണ്. ഇനി ഫർസാനയെ വകവരുത്തണം.
അനിയൻ വരാൻ സമയമാകുന്നു. ഓട്ടോയിൽ പോയി അനിയനെ കൂട്ടി വന്നു. പിന്നെ അവനെ കുഴിമന്തി വാങ്ങാനായി പറഞ്ഞു വിടുന്നു. എന്നിട്ട് തിരികെ വന്ന അഫാൻ ഫർസാനയെ വകവരുത്തുന്നു. കുഴിമന്തിയുമായി വന്ന അനിയനെ നിഷ്ഠൂരമായി കൊന്നത് ഉമ്മ, എൻ്റെ ഉമ്മ എവിടെ എന്ന ചോദ്യത്തിനിടയിൽ, അല്ലെങ്കിൽ കൊണ്ടുവന്ന കുഴിമന്തി ഒരുമിച്ച് എല്ലാവർക്കുമൊപ്പം കഴിക്കാം എന്നുള്ള ആ ആഹാരത്തിനോടുള്ള കൊതിയും സ്നേഹവും ഒക്കെ ബാക്കി നിർത്തിയ ആ കുഞ്ഞു ബാലനെ കൂടി അവസാനിപ്പിക്കുന്നു. അവൻ മരണത്തിനിടയിലും ഇക്ക എന്നാണ് ഉറക്കെ വിളിച്ചത് എന്ന് പറയുന്നു. 6 മണിക്കൂറുകൾ കൊണ്ട് പ്രതിയുടെ ചിന്തകളിലൂടെ കടന്നുപോയ പദ്ധതികൾ ഒന്ന് ആലോചിച്ചാൽ തന്നെ നമ്മുടെ ബ്രെയിൻ ഹാങ് ആകും. അത്രയ്ക്ക് സങ്കീർണത. ഒരാൾക്ക് ഒറ്റയ്ക്ക്, അതും മുൻപൊരു ക്രിമിനൽ പശ്ചാത്തലവും ഇല്ലാത്ത വെറും 23 വയസ്സുള്ള ഒരു യുവാവ് സ്വന്തം രക്തബന്ധത്തിൽപ്പെട്ട പ്രിയപ്പെട്ടവരെ ഒക്കെ, തൻ്റെ കാമുകി ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിഷ്ഠൂരമായി കൊന്ന, മുമ്പൊരിക്കലും ആർക്കും പരിചയമില്ലാത്ത ഒരു കൊലപാതകം. അതിൻ്റെ ചെയ്തികൾ ഇങ്ങനെയായിരുന്നു. കുടുംബം സമ്പന്നതയിൽ കഴിഞ്ഞ ഒരു സമയം ഉണ്ടായിരുന്നു. കോടികൾ വിലമതിക്കുന്ന പുതിയ വീടും കാറും എല്ലാം ഉണ്ടായിരുന്നു. കുടുംബനാഥൻ മിസ്റ്റർ റഹീമിന് സൗദിയിൽ ബിസിനസ് ഉണ്ടായിരുന്നു. നാട്ടിൽ നിന്ന് പോലും വിസ നൽകി റഹീം ആൾക്കാരെ തൻ്റെ സ്ഥാപനത്തിലേക്ക് കൊണ്ടുപോയിട്ടുള്ളതായി നാട്ടുകാരിൽ ചിലർ പറയുന്നു. അടക്കം പറയുന്ന മറ്റു പല കഥകളും. കൂട്ടത്തിൽ ഷമിക്ക് നാട്ടിൽ ചിട്ടി. അങ്ങനെ ഒന്നിനും കുറവില്ലാതിരുന്ന ഒരു ജീവിതം. പിന്നെ കഥകൾ മാറി മറിഞ്ഞു തുടങ്ങി. ദൗർഭാഗ്യം ഒന്നൊന്നായി വേട്ടയാടാൻ തുടങ്ങി. സൗദിയിൽ റഹീമിൻ്റെ ബിസിനസ് ഡള്ളാകുന്നു. നാട്ടിൽ ചിട്ടി പൊളിഞ്ഞു എന്നും, അന്നാണ് പണം കടം വാങ്ങാനുള്ള ഒരു എമർജൻസിയിലേക്ക് ആദ്യമായി ഷമി അറിയാതെ കാൽവയ്ക്കുന്നതെന്നും മനസ്സിലാക്കാം. അതന്ന് അനിവാര്യമാണെന്ന് ഷമിക്ക് തോന്നിക്കാണും. പക്ഷേ കാലം അവരെക്കൊണ്ട് പലതും പിന്നെ ചെയ്യിച്ചു എന്ന് വേണം പറയാൻ. ഓരോ ചുവടുവയ്പും പിഴച്ചുകൊണ്ടേയിരുന്നു. ഒന്നൊന്നായി കടത്തിൻ്റെ അഴിയാ കുരുക്കിലേക്ക് പതിച്ചുകൊണ്ടേയിരുന്നു. അവസാനം മീറ്റർ പലിശയ്ക്ക് പണമെടുത്ത് 10,000 രൂപ ഒന്നിടവിട്ട ദിവസങ്ങളിൽ അടയ്ക്കേണ്ട അവസ്ഥയിലേക്ക് കുടുംബം എത്തി. ഇതൊക്കെ നാട്ടുകാർ പറഞ്ഞതും അഫാൻ പോലീസിന് നൽകിയ മൊഴിയിൽ ഉൾപ്പെട്ടതുമായ വിവരങ്ങളാണ്. ഇതൊക്കെ പറയുന്നത് കൊണ്ട് എന്താണ് ഗുണമെന്ന് ചോദിച്ചാൽ, ഈ രീതിയിലൊരു ജീവിതം നയിക്കാതിരിക്കാൻ സമൂഹത്തിലെ ഓരോ കുടുംബവും ശ്രദ്ധിക്കണമല്ലോ. അങ്ങനെ പോയി വല്ലാത്ത കെണിയിൽ അകപ്പെടുന്ന ഒരു കുടുംബം. 7 വർഷമായി നാട്ടിലേക്ക് വരാനാവാതെ യാത്രാവിലങ്ങിൽപ്പെട്ട് പൊതുമാപ്പിനായി കാത്തിരിക്കുന്ന പിതാവ് മിസ്റ്റർ റഹീം. പേരുമലയുള്ള വീട്ടിൽ ഒറ്റയ്ക്കിരുന്ന് കരയുന്ന ഷമി. ഇല്ലായ്മകൾ പറയാതെ വളർത്തിയ മക്കൾക്കെന്നും ഇഷ്ടമുള്ളത് വാങ്ങി നൽകാൻ എന്തു മാർഗം എന്നറിയാതെ തലപുകച്ച് സ്വയം തളർന്നിരിക്കുന്ന നിമിഷങ്ങൾ. പിന്നെ ശരീരത്തെ കാർന്നു തിന്നുന്ന ഒരു മാരക രോഗവും. കുട്ടികൾ വളർന്നതും വലിയ തടിയന്മാരായതും ഈയിടെയാണ് എന്ന് നാട്ടുകാർ പറയുന്നു. സമീപത്തെ കടകളിലും മറ്റും കഴിഞ്ഞ 3-4 മാസമായി ഇളയ കുട്ടി മാത്രമാണ് വരാറ്. ഷമിക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇത് തന്നെയാണ് അഫാനും. അഫാൻ പുതിയ ഒരു ബൈക്ക് ഈടെ വാങ്ങി. ഇത് കടക്കാരെ ചൊടിപ്പിച്ചു. മീറ്റർ പലിശക്കാർ വീട്ടിലെത്തും പണത്തിന്. അവർക്കായി അഫാൻ മുളകുപൊടി വാങ്ങി കാത്തിരുന്നു. അഫാൻ അവിടെ മുതൽ തൻ്റെ ചിന്ത മാറ്റിയെടുക്കുകയായിരുന്നു. പിന്നെ മദ്യപാനം. പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ അതാണ് മാർഗമെന്ന് കരുതി അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് അഫാനെ കൊണ്ടെത്തിക്കുകയും ചെയ്തു. ലത്തീഫിന്റെ ഫോണും കാറിന്റെയും അലമാരയുടെയും ഉൾപ്പെടെയുള്ള താക്കോൽ കൂട്ടവും പ്രതി കാട്ടിലേക്ക് വലിച്ചെറിഞ്ഞത് കണ്ടെത്താനായി പോലീസ് അഫാനെയും കൊണ്ടിപ്പോൾ പുറത്തേക്ക് വരികയാണ്. ആ വീടും പരിസരവും ആൾക്കാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. അവരെന്നും കണ്ടിരുന്ന, ഓമനിച്ച് വളർത്തി വലുതാക്കിയ ഒരു കുട്ടി ഇത്രയും ക്രൂരത കാണിക്കുമെന്ന് ആർക്കും ഊഹിക്കാൻ കഴിഞ്ഞില്ല. മാത്രവുമല്ല, കൂടി നിൽക്കുന്ന ആൾക്കാർ ഉറ്റവരെ നഷ്ടപ്പെട്ടവരും ഈ പ്രതിയും രക്തബന്ധുക്കളും അത്രമേൽ അടുപ്പം ഉള്ളവരും ആയിരുന്നു. സാറേ, ഇനി എവിടേക്കാ പോണേ? താഴെ
സാറേ എടുത്തു കൊടുക്കാൻ ലൈസൻസ്. ചേട്ടാ എവിടെ കൊണ്ടുപോകുന്നത്? അപ്പുറത്തായിരിക്കും. ലത്തീഫിൻ്റെയും ഭാര്യ ഷാജിദയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിന് ശേഷം ചുള്ളാളത്തെ SL പുരത്തെ വീട്ടിൽ നിന്നും പോലീസ് സംഘം പിന്നെ പോയത് ആളൊഴിഞ്ഞ ആ പറമ്പ് തേടിയാണ്. അവിടെയാണ് ലത്തീഫിൻ്റെ ഫോണും താക്കോൽ കൂട്ടവും ബൈക്ക് യാത്രയ്ക്കിടയിൽ പ്രതി വലിച്ചെറിഞ്ഞത്. കഴിഞ്ഞ വീഡിയോകളിൽ സമഗ്രമായ വീഡിയോ ജേർണൽസ് ഓരോ ഘട്ടത്തിൻ്റെയും ചാനലിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാർത്തകളെ പകർത്താൻ ജീവൻ പണയം വെച്ച് പോലീസിനൊപ്പം വിശന്നിരുന്നും പിന്നെ എണീറ്റോടിയും തളർന്നും വേച്ചും ധാരാളം മാധ്യമപ്രവർത്തകർ ഫുൾ ടൈം നമ്മളോടൊപ്പം ഉണ്ടാകും. അതിൻ്റെ വിഷ്വൽസും ഇതിലൊക്കെ പകർത്തിയിട്ടുമുണ്ട്. അവിടെ എത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയാണ്. നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം എന്ന് ഒരു ഭാവഭേദവുമില്ലാതെ എങ്ങനെയാണ് ഈ കൊലപാതകം നടത്തിയതെന്ന് ഈ പ്രതി പറയുകയാണ്. അന്വേഷണ ഉദ്യോഗസ്ഥനോട് വിമാനൂർ SHO ജയിലാണ് അന്വേഷണം. അങ്ങോട്ട് താഴോട്ട് നടത്തിക്കൊണ്ടു. അപ്പൊ അങ്ങോട്ട് നിന്നാണ്. ഓക്കെ സാർ. നേരത്തെ ഹായ്. അറിയാലേ അവരെന്തൊക്കെയോ ഉപേക്ഷിച്ച കാര്യം പറയുന്നത് അതൊക്കെ ചിലപ്പോൾ ഒരു പക്ഷേ ചവിട്ടി പോവാൻ വരില്ല സാർ. അങ്ങോട്ട് ഇവിടേക്ക് അവിടെ നിന്നാ ജില്ലയുണ്ട്. മോനെ വിഷ്ണു എടാ ഇത് നോക്കിടാ. തള്ളിക്കളയല്ലേ? അഡ്ജസ്റ്റ് ഉന്നയിക്കാണ്. തള്ളിക്കളയലായിരുന്നു. അവിടെ നിൽക്കാം.
മഴയും കഴിഞ്ഞു നമ്മളെ വെയിൽ കംപ്ലീറ്റ് കൊണ്ട് ആ വെള്ളം അത്രയും നോക്കി ആ വെള്ളം മൊത്തം നോക്കി ഇവിടെ വേണേ എറിഞ്ഞാണ് താഴോട്ട് ഇവിടെ എറിഞ്ഞു താഴെ പോയിട്ടുണ്ടാവും ഇവിടെയൊന്നും കാണുന്നില്ല ഞങ്ങൾക്ക് ബെല്ലുണ്ടായിരുന്നു കേട്ടോ അന്ന് ബെല്ലുണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ആളുകൾ അറിയും നമ്മൾ താഴെ പോയിട്ടുണ്ടാവും തന്നേരെ എടുത്തില്ല കുഴിയിൽ പോവും തള്ളിക്കളയില് അഡ്ജസ്റ്റ് ഉന്നയിക്കാണ് തള്ളിക്കളയിലായിരുന്നു നമ്മളെ വെയിൽ കംപ്ലീറ്റ് കൊണ്ട് ആ വെള്ളം അത്രയും നോക്കി ആ വെള്ളം മൊത്തം നോക്കി ഇവിടെ വേണേ എറിഞ്ഞാണ് താഴോട്ട് ഇവിടെ എറിഞ്ഞു താഴെ പോയിട്ടുണ്ടാവും ഇവിടെയൊന്നും കാണുന്നില്ല ഒരുപാട് ദൂരം പോകാൻ ബെല്ലുണ്ടായിരുന്നു കേട്ടോ അന്ന് ബെല്ലുണ്ടായിരുന്നു ഇവിടെ ഈ സൈഡിലൊക്കെ ആണെങ്കിൽ ആളുകൾ അറിയും അന്ന് താഴെ പോയിട്ടുണ്ടാവും താഴെ ചരിഞ്ഞ ആ കുഴിയുടെ ഭാഗത്തൊക്കെ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് പോലീസ് മഫ്തിയിലുള്ള പോലീസ് അംഗങ്ങൾ പരിശോധിക്കുകയായിരുന്നു. അതിനിടയിൽ റോഡിൽ നിന്ന് ഏകദേശം 3 മീറ്ററിനുള്ളിൽ തന്നെ കുഴിയിലേക്ക് പോകാതെ മണ്ണിളകിയിട്ട സ്ഥലത്ത് മാധ്യമപ്രവർത്തകർ നിന്ന ആ സ്ഥലത്ത് തന്നെ കരിയിലേക്കിടയിൽ ആ താക്കോൽ കൂട്ടം ഉണ്ടായിരുന്നു. തൊട്ടടുത്ത് തന്നെ വളരെ കുറച്ച് മാത്രം ദൂരെയായി ലത്തീഫിൻ്റെ മൊബൈൽ ഫോണും കണ്ടെത്തി. ഇത് തന്നെ പിങ്കാണ് ഡിസ്റ്റർബൻസ് ഇല്ലല്ലോ. കിട്ടിയില്ല ഒന്ന് വെളിയിലോട്ട്
നാട്ടുകാരൊന്ന് നോക്കി കൊടുക്കുക, അവരൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാനാണ്. ഈ സ്ഥലം ഒന്ന് മാർക്ക് ചെയ്യണം. നിങ്ങളായിട്ട് പറയാൻ പോകുന്നത് അളന്നിട്ടടിക്കാൻ അല്ലെങ്കിൽ പഞ്ചായത്ത് മെമ്പറുടെ മജീദ് വെട്ടിയടിച്ച് വെക്കട്ടെ, എപ്പോഴും കളയാൻ അളന്നിട്ട് ഇത് ചെയ്യാനും പറ്റും. വണ്ടിയിലോട്ട് കയറ്റിയതേ, വണ്ടി കയറ്റി ഞാൻ ഒന്നുകൂടെ വരുമ്പോൾ വിളിക്കാം. താക്കോലിന്റെ കാര്യം പറഞ്ഞു സാർ. പേരുമല വീട്ടിൽ താക്കോലിന്റെ കാര്യം പറഞ്ഞു. അവിടെ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒന്നുകൂടെ വിളിക്കാം. ചാറ്റൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഒരുപക്ഷെ അടുത്ത് ഈ തെളിവ്, അതും കാൽച്ചുവടിനരികിൽ കണ്ടെത്താൻ കഴിഞ്ഞു. പോലീസിന്റെ അല്ല, വീട്ടിന്റെ അല്ലല്ല, കാറാണ്. ഇത് കാറിന് ഒന്നിലധികം ചാവി ഉണ്ട്. ഈ ഭാഗത്തോടെ നോക്കണം സാർ. ഇതൊന്ന് ചവിട്ടി ഇങ്ങനെ ആയി പോലെ ചുള്ളാളം SL പുരത്തിനടുത്തുള്ള സ്ഥലത്തെ തെളിവെടുപ്പിന് ശേഷം പിന്നെ അന്വേഷണ സംഘം വന്നത് പേരുമലയുള്ള വീട്ടിലാണ്. ഇവിടെ വീട് പൂട്ടി താക്കോൽ ഉപേക്ഷിച്ച സ്ഥലം പരിശോധന നടത്തുകയാണ് ഇപ്പോൾ. കൊലപാതകത്തിൻ്റെ ചിന്തയും ആദ്യ ചുവടുവയ്പും ഉണ്ടായ ഈ വീട്ടിൽ ഇനിയും പരിശോധന ഉണ്ടാകും എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു കൊലപാതക ശ്രമവും അനുജൻ അഫ്സാൻ, പെൺസുഹൃത്ത് ഫർസാന എന്നിവരെ പ്രതി വകവരുത്തിയതും ഇതിനുള്ളിൽ വച്ചാണ്. പാങ്ങോട് ഉമ്മൂമ്മയും പിന്നെ ചുള്ളാളത്തെ വലിയ വാപ്പയും വലിയ ഉമ്മയും, അങ്ങനെ 5 പേരെ 6 മണിക്കൂറിനുള്ളിൽ കൊലപ്പെടുത്തിയ പ്രതി വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങുകയായിരുന്നു. ഇതിനുള്ളിൽ മദ്യപിക്കുകയും ചെയ്തു. പോലീസ് സ്റ്റേഷനിൽ പോകും വഴി ഒരു സുഹൃത്ത് പ്രതിയെ കണ്ടെന്നും മച്ചാനെ ഒരു ഒപ്പിട്ടിട്ട് ഇപ്പോൾ വരാം എന്ന് ആ സുഹൃത്തിനോട് പറയുകയും ചെയ്തു എന്നാണ് വിവരം. വെഞ്ഞാറമൂട് പോലീസ് സ്റ്റേഷനിൽ എത്തി കീഴടങ്ങിയ പ്രതി പറഞ്ഞ വിവരങ്ങൾ കേട്ട് പോലീസും ഞെട്ടി. ഇവനെന്ത് തലയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഈ പോലീസ് പരിചയമുള്ള ഇവനെ കൊണ്ടുവന്ന ഓട്ടോറിക്ഷക്കാരനോട് ചോദിച്ചതായും പറയുന്നു. അവൻ പറഞ്ഞത് ഇപ്രകാരമാണ്: 6 പേരെ താൻ തീർത്തിട്ടുണ്ട് എന്നും താൻ ആത്മഹത്യയ്ക്കായി വിഷം കഴിച്ചുവെന്നുമാണ് പറഞ്ഞത്. ഉടൻ തന്നെ പോലീസ് പ്രതിയെ പറഞ്ഞ സ്ഥലങ്ങളിലേക്ക് പോകുന്നതിനു വേണ്ടി മറ്റ് സംഘങ്ങളെ അയച്ചുകൊണ്ട് സംഭവങ്ങൾ ഒന്നൊന്നായി സ്ഥിരീകരിക്കുകയും ഈ സ്ഥിരീകരണത്തോടെ
നാടിനെ ഒന്നാകെ നടുക്കിയ വെഞ്ഞാറമൂട് കൂട്ടക്കൊലപാതകം എന്ന ഈ മഹാദുരന്തം ലോകം അറിയുകയും ചെയ്തു. അതും വെറും 23 വയസ്സ് മാത്രം പ്രായമുള്ള, മുമ്പ് യാതൊരു വിധമായിട്ടുള്ള ഇങ്ങനെയുള്ള ക്രൈം സ്റ്റോറീസും ഇല്ലാത്ത ഒരു യുവാവ്. ഇവിടുത്തെ തെളിവെടുപ്പിനിടയിൽ ഇന്ന് പോലീസ് സംഘം കണ്ടെത്തുന്നത് പ്രധാനമായും അഫാൻ വാങ്ങി സൂക്ഷിച്ച ആ മുളകുപൊടിയാണ്. മാത്രവുമല്ല, ചില വിവരങ്ങൾ കൂടി പോലീസിന് അറിയേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് അവിടെ ഗ്യാസ് സിലിണ്ടർ തുറന്നുവിട്ടത്? ഇപ്പോൾ അതറിയാതെ, ഗ്യാസ് ലീക്കായി കിടക്കുന്നത് അറിയാതെ ഒരു ഇലക്ട്രിക് സ്വിച്ച് ആരെങ്കിലും ഇട്ടിരുന്നുവെങ്കിൽ ആ വീട് ഒന്നാകെ ബ്ലാസ്റ്റായേനെ. ആ വലിയ ദുരന്തത്തിൽ നിന്നും ബുദ്ധിപൂർവം ഒഴിവാകാൻ കേരള പോലീസിന് കഴിഞ്ഞു. അന്ന് ഈ കുറ്റകൃത്യങ്ങൾ നടക്കുന്ന ദിവസം സന്ധ്യയ്ക്ക് പോലീസ് സ്റ്റേഷനിലെത്തിയ പ്രതി പറഞ്ഞതിന് പ്രകാരം അയാൾ വിഷം കഴിച്ചിരുന്നു എന്ന അറിവിൽ പോലീസ് ഉടൻ തന്നെ പ്രതിയെ മെഡിക്കൽ കോളേജിൽ എത്തിക്കുകയും 8 ദിവസത്തെ ചികിത്സയ്ക്ക് ശേഷം മെഡിക്കൽ ബോർഡ് കൂടി ഫിറ്റ്നസ് ഉറപ്പാക്കിയിട്ടാണ് പ്രതിയെ പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് കൊണ്ടുവന്നത്. 1ാം ഘട്ട തെളിവെടുപ്പിനായി പാങ്ങോട് പോലീസിൻ്റെ കസ്റ്റഡിയിൽ തെളിവെടുപ്പ് കഴിഞ്ഞാണ് കിളിമാനൂർ SHO പ്രതിയെ വീണ്ടും കസ്റ്റഡിയിൽ വാങ്ങി ഇവിടെ എത്തിച്ചത്. ഇവിടുത്തെ തെളിവെടുപ്പ് പൂർത്തിയായാൽ ഉടൻ തന്നെ കോടതിയിൽ വീണ്ടും ഹാജരാക്കും. തുടർന്ന് അഫ്സാൻ്റെയും പെൺസുഹൃത്ത് ഫർസാനയുടെയും കൊലപാതകവുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പിനായി വെഞ്ഞാറമൂട് പോലീസ് വീണ്ടും പ്രതിക്കായി കസ്റ്റഡി അപേക്ഷ നൽകും. ഇനി ഇവിടെ നിന്ന് പോകുന്ന പ്രതിയെ വളരെയധികം ഇടങ്ങളിൽ കൊണ്ടുപോയി, ഉദാഹരണത്തിന് എലിവിഷം വാങ്ങിയ സ്ഥലം, അതുപോലെ ചുറ്റിയ വാങ്ങിയ സ്ഥലം, ആൾറെഡി ചുറ്റിയ വാങ്ങിയ സ്ഥലത്ത് പോയിട്ടുണ്ട്, ചുറ്റിയ വയ്ക്കാൻ ബാഗ് വാങ്ങിയ സ്ഥലം, അതുപോലെ പെപ്സിയും സിഗരറ്റും വാങ്ങിയ സ്ഥലം, മുളകുപൊടി വാങ്ങിയ സ്ഥലം, ഒത്തിരി സ്ഥലങ്ങളിലേക്ക് അന്വേഷണത്തിനായി കൊണ്ടുപോകേണ്ടതുണ്ട്. ഇതിനിടയിൽ ആരോഗ്യം വീണ്ടെടുത്ത ഉമ്മ ഷെമിയെ വാർഡിലേക്ക് മാറ്റിയെന്നറിയുന്നു. ഷെമി സംഭവങ്ങളുടെ നിജസ്ഥിതി ഇനിയും അറിഞ്ഞിട്ടില്ല. ആക്സിഡൻറ്റിൽ ഇളയ മകൻ ഉൾപ്പെടെ ചിലർ മരിച്ചുവെന്നും അഫാൻ, മൂത്ത മകനായ അഫാൻ ചികിത്സയിലാണെന്നുമാണ് ഷെമി അറിഞ്ഞിട്ടുള്ളത്. തൻ്റെ തലയ്ക്കേറ്റ ക്ഷതങ്ങൾ കട്ടിലിൽ നിന്നും വീണ് ഉണ്ടായ പരിക്കാണെന്ന് തന്നെ ഷെമി ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് അഫാനെ കാണണമെന്ന് പറഞ്ഞതായും അറിയുന്നു. പേരുമലയ്ക്ക് സമീപം നാഗർകുഴി എന്ന സ്ഥലത്തെ 2 ഷോപ്പുകൾ. അതിലൊന്ന് അഫാൻ എലിവിഷം വാങ്ങിയ കടയാണ്, മറ്റൊന്ന് മുളകുപൊടി വാങ്ങിയതും. തെളിവെടുപ്പിൻ്റെ ഏറ്റവും സങ്കീർണമായ ഒരു ദിവസമായിരുന്നു ഇന്നത്തേത്. കിലോമീറ്ററുകളോളം സഞ്ചരിക്കുന്നതിനിടയിൽ, സാധനങ്ങൾ ഒന്നൊന്നായി വാങ്ങുന്നതിനിടയിൽ, അതിൻ്റെ കാശ് കൊടുക്കുന്നു, അതിൻ്റെ ബാലൻസ് വാങ്ങുന്നു, അങ്ങനെ ജനങ്ങളുമായി സംസാരിക്കുന്ന കൂട്ടത്തിലെങ്ങും പെപ്സി കുടിച്ചും സിഗരറ്റ് വലിച്ചും പോകുന്നതിനിടയിലും താൻ
മനസ്സിൽ കുറിച്ചിട്ട ചില പേരുകൾ ഈ ഭൂമിയിൽ നിന്നും തുടച്ചു മാറ്റണമെന്നുള്ള ക്രൈം ചിന്തയിൽ നിന്നും പ്രതി തെല്ലും പിന്നോട്ട് പോയില്ല എന്ന് വേണം കാണാൻ. എമ്പാടും ജനത്തിരക്കായിരുന്നു. മഫ്തിയിൽ കൂട്ടത്തിൽ ധാരാളം പോലീസുകാർ പൊതുജനങ്ങളെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. തലങ്ങും വിലങ്ങും ഓടി മാധ്യമപ്രവർത്തകർ കാഴ്ചകളെ അപ്പപ്പോൾ ജനങ്ങളിൽ എത്തിച്ചുകൊണ്ടേയിരുന്നു. കാരണം ഇത് അപൂർവങ്ങളിൽ അപൂർവമായ ഒരു കേസായിരുന്നു. എല്ലായിടത്തും പ്രതി കാര്യങ്ങൾ പോലീസിന് വിവരിച്ചു കൊടുത്തു. താൻ ചെയ്തു എന്നുള്ളതൊക്കെ അയാൾ സമ്മതിച്ചു. ഇത് വെഞ്ഞാറമൂട് ബസ് സ്റ്റാൻഡിനോട് ചേർന്നുള്ള ഹാർഡ്വെയർ ഷോപ്പാണ്. ഇവിടെ ഇത് രണ്ടാമതാണ് നമ്മൾ വരുന്നത്. കഴിഞ്ഞ പാങ്ങോട് SHOയുടെ നേതൃത്വത്തിലുള്ള തെളിവെടുപ്പിനിടയിലും ഇവിടെ വന്നത് ഓർക്കുമല്ലോ. ഒരു DYSPയുടെ നേതൃത്വത്തിൽ തന്നെയാണ് ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത്. അതുകൊണ്ട് തന്നെ കൂടുതൽ കാര്യങ്ങളുടെ സ്ഥിരീകരണത്തിനു വേണ്ടിയാണ് പിന്നെയും ഇവിടേക്ക് വന്നതെന്നറിയുന്നു. ഇവിടെ നിന്ന് ചുറ്റിക വാങ്ങിയ പ്രതി വെഞ്ഞാറമൂട് ജംഗ്ഷനിൽ തന്നെയുള്ള മറ്റൊരു കടയിൽ നിന്ന് ബാക്ക് പാക്ക് വാങ്ങുന്നു. അതിനുള്ളിലാണ് ചുറ്റികയും മുളകുപൊടിയും പിന്നെ സൂക്ഷിച്ച് ബൈക്കിൽ ചുറ്റി നടന്ന് ബാക്കി കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്. ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഹാർഡ്വെയർ ഷോപ്പിൽ അയാളെ ഇപ്പോൾ എത്തിച്ചിരിക്കുകയാണ്. എന്തുകൊണ്ടാണ് അയാൾ ചുറ്റിക തന്നെ തിരഞ്ഞെടുത്തത്, ചുറ്റിക തന്നെ വാങ്ങിയത്? ചുറ്റികയ്ക്ക് അയാൾ കണ്ടെത്തിയ മാരകമായ പ്രകരശേഷി എന്താണ്? ഏത് തരം ചുറ്റികയാണ് അയാൾ ഇവിടെ നിന്ന് വാങ്ങിയത്? പിന്നെ പ്രതി വന്നതും പോയതും അവിടെ ഉള്ളവർ ഓർക്കുന്നുണ്ടോ? അവർ പ്രതിയെ തിരിച്ചറിയുന്നുണ്ടോ? ഈ വക കാര്യങ്ങളുടെ വിശദമായ അന്വേഷണം കടയ്ക്കുള്ളിൽ നടന്നു. പൊതുജനങ്ങളുടെ ഇടയിലേക്ക് തെളിവെടുപ്പിനായി കൊണ്ടുവരുമ്പോൾ ഓരോ കേസിലും പോലീസിനെ സംബന്ധിച്ച് നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് തന്നെ പുറത്തു കൂടി നിൽക്കുന്ന ആൾക്കാരിൽ, പബ്ലിക് ജനങ്ങളിൽ മഫ്തിയിലുള്ള പോലീസുകാരുണ്ട്. ജനങ്ങളുടെ റെസ്പോൺസും ആറ്റിറ്റ്യൂഡും അവർ കൂടെ കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. ജനിച്ചു വളർന്ന ഉമ്മയുടെയും ഉപ്പയുടെയും അടുത്ത് ഓമനക്കുട്ടിയായി ജീവിച്ച് വളർന്നു വലുതായ ഒരു യുവാവ് പേരുമലയുള്ള സ്വന്തം വീട്ടിൽ തന്നെ പാലൂട്ടി വളർത്തിയ ഉമ്മയെ കഴുത്ത് ഞെരിച്ച് മൃതപ്രായമാക്കി ഇട്ടിട്ട് പേരുമല വീട്ടിൽ നിന്നും ബൈക്കെടുത്ത് പുറത്തേക്കിറങ്ങുമ്പോൾ ഒരു ദിവസത്തെ ഇത്രയേറെ സങ്കീർണവും മാരകവുമാക്കാൻ എന്ത് ചിന്താ പദ്ധതികളിലൂടെയാണ് അയാൾ ഈ കുറ്റകൃത്യങ്ങളെല്ലാം മെനഞ്ഞത് എന്ന് ക്രിമിനോളജിയിലെ ഏറ്റവും ബ്രൂട്ടലായ സ്വഭാവത്തെക്കുറിച്ച് പഠിക്കുന്നവരുടെ ഇടയിൽ ഇപ്പോഴും ഒരു സംസാര വിഷയമാണ് അഫാൻ. 2025 മാർച്ച് 11 ചൊവ്വാഴ്ചയാണ്
ഈ രണ്ടാം ഘട്ട തെളിവെടുപ്പ് നടക്കുന്നത്. കഴിഞ്ഞ മാസം ഫെബ്രുവരി 24-നാണ് കേസിനാസ്പദമായ ആ കുറ്റകൃത്യങ്ങളെല്ലാം നടന്നത്. അന്ന് വൈകുന്നേരം പ്രതി പോലീസിനോട് ചെന്ന് കുറ്റസമ്മതം നടത്തുന്നതുവരെ ഈ സീരിയൽ കില്ലിങ്ങിനെക്കുറിച്ച് പുറംലോകം അറിഞ്ഞിട്ടേയില്ല. ഇന്ന് പുലർച്ചെ 7:30 തുടങ്ങിയ, സത്യം പറഞ്ഞാൽ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനാവാതെ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് എന്ന രീതിയിൽ 7ഓളം സ്ഥലങ്ങളിൽ എത്തിച്ച് നടത്തുന്ന ഈ തെളിവെടുപ്പ്, അതിൻ്റെ രണ്ടാം ഘട്ടം ഇവിടെ കഴിയുന്നു. മൂന്നാം ഘട്ട തെളിവെടുപ്പിനായി വെഞ്ഞാറമൂട് പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. മാധ്യമപ്രവർത്തകരും പോലീസും പ്രതിക്കൊപ്പം ഓടുകയാണ് ഈ കുറ്റകൃത്യങ്ങളുടെ പിറകെ. ഈ ഓട്ടത്തിനിടയിൽ ഇനി നമ്മളുടെ സമൂഹത്തിൽ ഇത്തരം തിന്മകൾ ഉണ്ടാവരുതേ എന്ന് ആത്മാർത്ഥമായി നമുക്കൊരുമിച്ച് ആഗ്രഹിക്കാം. കഴിയുന്നത്ര നല്ല രീതിയിൽ സമൂഹത്തെ നയിക്കാൻ ഓരോ വ്യക്തികൾക്കും കഴിയട്ടെ. ഓരോ വീടും അതിന് സാഹചര്യമൊരുങ്ങട്ടെ. തിന്മകളിലേക്ക് ആരും സ്വാധീനിക്കപ്പെട്ടു പോകാതിരിക്കാൻ ഒരു ലഹരി വിമുക്തമായ ഒരു രാജ്യം, ഒരു ലോകം ഉണ്ടാവണേ എന്ന് പ്രാർത്ഥിക്കാം. ഒത്തിരി സ്നേഹത്തോടെ, സാഫ്രോൺ മീഡിയ.